السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وضرر. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സ്റ്റേജിൽ ഉപവിഷ്ടരായ മഹത്തുക്കളായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും മഹാന്മാരായ നേതാക്കന്മാർ, സാദാത്തുക്കൾ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ മറ്റ് പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, പ്രവർത്തകർ, അനുഭാവികൾ, ബഹുമാനമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമത്തിലാണ് നമ്മൾ ഇവിടെ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏകദേശം 10-12ഓളം വരുന്ന പോഷക സംഘടനകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുണ്ട്. വിവിധ മേഖലകളിൽ ആവശ്യമായ പ്രവർത്തനത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇങ്ങനെ ഒരു ഉപ സംഘടനകളെ രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് സുന്നി യുവജന സംഘം പോലെ തന്നെ SKSF പോലെ തന്നെ സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ. സുന്നി മഹല്ല് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രവർത്തകരിലേക്ക് ഇറങ്ങിച്ചെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും അതിന്റെ അനുഷ്ഠാനങ്ങളും അതിന്റെ ആചാരങ്ങളൊക്കെ ഓരോ വ്യക്തിയിലേക്കും ഇറങ്ങിച്ചെന്ന് അവൻ അതിലേക്ക് ക്ഷണിക്കുക മാത്രമല്ല, അവന്റെ കൂടെ നിന്ന് അവനെ പ്രവർത്തിപ്പിച്ച് ശീലിപ്പിക്കുന്നതായ ഒരു സ്വഭാവമാണ് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ അതിന്റെ തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചു പോന്നിട്ടുള്ളതും. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ലക്ഷ്യവും. ഓരോ മേഖലയിലും ഒരു സുന്നിയാവുന്നതായ ഒരുത്തൻ, അതായത് യഥാർത്ഥ ഒരു മുസ്ലിം, അതാണല്ലോ യഥാർത്ഥ മുസ്ലിം. അത് സുന്നി രണ്ടു പര്യായ പദങ്ങളാണ്. സുന്നി എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ മുസ്ലിമാണ്. അപ്പൊ യഥാർത്ഥ മുസ്ലിം അഥവാ ഒരു നമ്മൾ പറയുന്ന സുന്നിയാവുന്ന സുന്നി ആശയവും ആ ആദർശവും ആ ആചാരങ്ങളും ആ അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചു പോരുന്നതായ മുഅ്മിൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനത്തിൽ അവന്റെ ഓരോ ദിവസത്തിലുണ്ടാവുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ വിശുദ്ധമാവുന്ന ശരീഅത്തിനോട് തത്ബീഖ് ചെയ്ത് യോജിപ്പിച്ചു കൊണ്ടിട്ട് ശീലിപ്പിച്ചു കൊണ്ടുവരികയും ആ പ്രവർത്തനങ്ങളൊക്കെ അവനിൽ ശീലിപ്പിച്ച് മഹാന്മാരാവുന്ന മശായിഖന്മാര് അവരെ മുരീദന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ ചെയ്യിപ്പിച്ച് അവരെ ശരിയായ റൂട്ടിലേക്ക് സഞ്ചരിപ്പിക്കുക. ഇതാണ് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ പ്രവർത്തനം. അപ്പൊ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രവർത്തനമായി കൊണ്ട് ഓരോ മഹല്ലത്തുകളിലും പലരും ഇറങ്ങി വരും. ഇപ്പൊ തബ്ലീഗ് ജമാഅത്ത് അതിന്റെ മറ്റൊരു വശമാണ്.
പക്ഷെ അത് ബാഹ്യമായി നല്ല പ്രകടനങ്ങളൊക്കെ ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വിശ്വാസം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ബിദ്ഈ വിശ്വാസങ്ങളും പേച്ച വിശ്വാസങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ തബ്ലീഗ് ജമാഅത്ത് പോലത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവർക്കുള്ളതായ പ്രവർത്തനങ്ങളിൽ അവരെ കൂടെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ശീലിപ്പിക്കുന്നതായ സംഘടനകൾ ഇവിടെ പലതുമുണ്ട്. അപ്പൊ നമുക്കൊക്കെ തോന്നും എന്താ അവര് ബാഹ്യമായിട്ട് നല്ല പ്രകടനങ്ങളാണല്ലോ അവരിൽ നിന്നുണ്ടാവുന്നത്. പല ആളുകളും ആ നിലക്ക് നമ്മളെ പല ആളുകളും ആ നിലക്ക് അവരിലേക്ക് ആകർഷകരാവുകയും അതിൽ കുടുങ്ങിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പ്രതിരോധിക്കലായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം തന്നെ അതല്ലേ, വലാ തുതിഇ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. നമ്മൾ നേതാവായി സ്വീകരിക്കേണ്ടത്, നമ്മൾ പറയുമ്പോൾ ഒരു ദാഴി വന്ന് നമ്മളെ ദഅവത്ത് ചെയ്യുമ്പോൾ നമ്മൾ അനുസരിക്കേണ്ടത് ആർക്കാം? വലാ തുതിഇ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദിക്റിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്കുള്ളതായ ഖൽബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖൽബിൽ അല്ലാഹു ഗഫലത്തിനുണ്ടാക്കി തീർത്തിട്ടുണ്ട്. അപ്പൊ അവന്റെ ഹൃദയത്തിലേക്ക് വിശുദ്ധമായ നൂറ് പ്രകാശം അവന്റെ ഹൃദയത്തിലേക്ക് വരൂല. മഹാനാവുന്ന റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞതുപോലെ അൽ ഖുലൂബു നൗആനി ഖൽബുൻ ലൻ യൂലദ് വലം യഗ്നി ലഹു അൻ യൂലദ ബൽ യസീറു ജനീനൻ ഫീ ബത്നി ശഹവാതി വൽ ഗയ്യി വളലാൽ. മനുഷ്യന്മാരെ ഹൃദയം പരിശോധിച്ചു നോക്കിയാൽ അത് ലോകത്ത് രണ്ട് സ്വഭാവത്തിലാണുള്ളത്. ഖൽബുൻ ലൻ യൂലദ് വലം യഗ്നി ലഹു അൻ യൂലദ, ഒരു ഹൃദയം, ആ ഹൃദയത്തിനെ പ്രസവിക്കപ്പെട്ടിട്ടില്ല, അടുത്തൊന്നും അതിനെ പ്രസവിക്കപ്പെടൂലേനും എന്ന് പറഞ്ഞാൽ ഹൃദയമില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആ ഹൃദയമുണ്ട്, പക്ഷേ ബൽ യസീറു ജനീനൻ ഫീ ബത്നി ശഹവാതി വൽ ഗയ്യി വളലാൽ, തമ്മാടിത്തരം ദുർമാർഗങ്ങൾ എന്നൊക്കെ പറയുന്ന വൃത്തികേടുകളാവുന്ന ആ വയറിന്റെ ഉള്ളിൽ അതൊരു ചാപ്പിള്ളയായിട്ട് നിൽക്കും. അങ്ങനത്തെ ചില ഹൃദയങ്ങളുണ്ട്. ഇതായിരിക്കും ഇപ്പൊ നമ്മളിൽ നിന്നുള്ള പലരും ഹൃദയം. നമുക്കൊക്കെ ഒരു ഹൃദയമുണ്ട്, പക്ഷെ ആ ഹൃദയം എന്താണ്, അത് പുറത്തു വരണില്ല. ആ ഹൃദയം എന്തോ വൃത്തികേടുകൾ ഫീ ബത്നി ശഹവാതി വൽ ഗയ്യി വളലാൽ, തമ്മാടിത്തരം ദുർമാർഗം തടിന്റെ ഇച്ഛകൾ എന്നൊക്കെ പറയുന്ന വൃത്തികേടുകൾക്കാവുന്ന വയറിന്റെ ഉള്ളിൽ അതൊരു ചാപ്പിള്ളയായും കൂടെ നിൽക്കും. അങ്ങനത്തെ ചില ഹൃദയങ്ങളുണ്ട് എന്ന്. അപ്പൊ ആ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമാവുന്നതായ നൂറ് ആ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് ആ ഹൃദയത്തിനെ മരവിപ്പിച്ച് കളയപ്പെട്ടതായ ചില ഹൃദയങ്ങളാണ്. അങ്ങനത്തെ ഹൃദയത്തിന്റെ ഉടമകളും ദഅവത്തുമായിട്ട് വരും. യഥാർത്ഥ ഈമാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാത്ത ആളുകളും അവര് ദഅവത്തുമായി വരുന്നു. അങ്ങനത്തെ ഒരു ദഅവത്തുമായി വന്നാൽ അവർക്ക് അനുസരിക്കാൻ പാടില്ല എന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം, ഇത് നമുക്കറിയാലോ, നമ്മളൊക്കെ പറയണ മാലിക്കോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതാണ്, ഒരു വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ്. ഇത് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവര് വളരെ വിശുദ്ധമാവുന്നതായ അടിത്തറകൾ വെച്ചുകൊണ്ടിട്ട് അതിമ സ്ഥാപിക്കപ്പെട്ടതായ ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലായും കൊണ്ട് നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്ന ഏത് സംഘടനകളുണ്ടെങ്കിലും ആ സംഘടനകളിൽ ഉണ്ടാവുന്ന ആളുകൾ, ആ ദാഴികൾക്കുണ്ടാവേണ്ടതായ ഗുണങ്ങൾ ആ ദാഴികൾക്കുണ്ടാവണം. അങ്ങനത്തെ ദാഴികളാണ് ഈ സന്ദേശവുമായിട്ട് ഓരോ വ്യക്തിയിലേക്കും ചെന്നുകൊണ്ടിട്ട് അവർക്ക് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. വിശുദ്ധമാവുന്നതായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയല്ല, ആ സന്ദേശങ്ങൾ അനുസരിച്ച് അത് അവരെ പ്രവർത്തിപ്പിക്കുകയും അവരെ ശീലിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ അനുസരിക്കപ്പെടാൻ പറ്റാത്തതായ സംഘടനകൾ ഇവിടെ പ്രവർത്തനവുമായി കൊണ്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതുപോലുള്ളതായ ഒരു സംഘടനനെ അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഉപസംഘടനയായി കൊണ്ടിട്ട് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന പേരിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, ഈ പ്രവർത്തനങ്ങൾ ഓരോ മഹല്ലത്തുകളിലും ഇറങ്ങിച്ചെന്നും കൊണ്ടിട്ട് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അവര് തബ്ലീഗുമായിട്ട് ഇറങ്ങിച്ചെല്ലുന്നത് പോലെ, പക്ഷെ അവർ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരെ വഴിപ്പെടാൻ പറ്റാത്തവരാണ് അവര്.
അവരെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ നൂറ്, ആ നൂറിന് അല്ലാഹു നീക്കം ചെയ്തിട്ടുണ്ട്. അത് ബാഹ്യമായിട്ട് നമുക്ക് മനസ്സിലാവൂല. അടുത്തൊന്നും അതിനെ പ്രസവിക്കപ്പെടൂലെന്ന ബൽ യസീറു ജനീനൻ ഫീ ബത്നി ശഹവാതി വൽ ഗയ്യി വൽ ളലാൽ. അത് അവർക്ക് തോന്നും അവർ ചെയ്യുന്നത് നല്ലതാണെന്ന്. അത് ശൈത്താന്റെ ഒരു സ്വഭാവമാണ്. ഇവിടെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, അലം ഉനബ്ബിഉക്കും അലാ മാ തതനസ്സലു ശയാത്തീൻ. പല നിലക്കും ശൈത്താൻ ഇറങ്ങി വരും. ശൈത്താൻ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് ശരിയാണെന്നായിരിക്കും ശൈത്താൻ തോന്നിപ്പിക്കുക. അതിക്ക് ന്യായങ്ങളും ന്യായങ്ങളുണ്ടാവും. അപ്പൊ അവരോട് നമ്മൾ എതിർക്കാൻ പോയിക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എതിർത്താൽ നമ്മൾ പരാജയപ്പെടും. അതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നിലക്കുള്ളതായ ചില പ്രവർത്തനങ്ങളൊക്കെ ബാഹ്യമായിട്ട് അവരിൽ നിന്നുണ്ടാവാം. പക്ഷെ അത് ചതിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നും കൊണ്ടിട്ട് അവരെ സുബഹിക്ക് വിളിക്കേണ്ട സ്ഥലത്ത് വിളിച്ചോണത്തണം. മുമ്പുള്ള സുന്നത്തുകൾ അവരെ കൊണ്ട് നിസ്കരിപ്പിക്കണം. ദിക്ർ ഇസ്തിഗ്ഫാറുകളൊക്കെ അവരെ കൊണ്ട് ചെല്ലിപ്പിക്കണം. ദിക്ർ ഇല്ലാതെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചു പോയാൽ, ഇസ്തിഗ്ഫാർ ഇല്ലാതെ ഒരു മനുഷ്യൻ ജീവിച്ചു പോയാൽ അവന്റെ ഹൃദയത്തിനും അവന്റെ സർവ്വ അവയവങ്ങൾക്കും അന്ധത ബാധിക്കുന്ന എന്ന് പറഞ്ഞാൽ അവനെ മഅസിയത്തുകൾ അവനിൽ ഇങ്ങനെ കുന്നുകൂടി വരും. മഅസിയത്തുകൾ കുന്നുകൂടി വരുമ്പോൾ അവന്റെ ഹൃദയത്തിൽ വിശുദ്ധമാവുന്ന ഈമാന്റെ നേരിയ പ്രകാശം ഉണ്ടെങ്കിലും ഇനി വലിയ പ്രകാശം ഉണ്ടെങ്കിലും ആ പ്രകാശമൊന്നും ഒരിക്കലും കൊണ്ട് പുറത്തേക്ക് പ്രകടമാവില്ല. ആ നിലക്ക് ആ പ്രകാശത്തിന് അവിടെ മൂടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോ ഹൃദയത്തിനെ വിശുദ്ധമാക്കി കൊണ്ടിട്ട് ജനങ്ങളെ വിശുദ്ധമാവുന്നതായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ തരീഖ് പ്രകാരം, ആ സ്വഭാവ പ്രകാരം പൂർവ്വകാല മുസ്ലിമീങ്ങൾ അവരെങ്ങനെയാണ് ഇവിടെ ജീവിച്ചത്, അതാണ് ദീൻ. കണ്ടില്ലേ, മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ അവരെ മദ്ഹബിനിക്ക് അടിസ്ഥാനപരമായി കൊണ്ട് മൂപ്പര് രചിച്ച ഗ്രന്ഥാണ് മുവത്ത ഇമാം മാലിക്. ആ മുവത്ത ഇമാം മാലിക് അവര് അതിൽ അധികരിച്ച മസ്അലകൾക്കോ അവർ ലക്ഷ്യം പറഞ്ഞിട്ടുള്ളത് എന്താ? ഇങ്ങനെയാണ് മദീനത്തിന്റെ അയൽക്കാർ ചെയ്തിരുന്നത് എന്നാണ്. മദീനത്തുകാര് നമ്മളെ നാട്ടിലുള്ള ആളുകൾ അവരങ്ങനെയാണ് ചെയ്തത് ഞാൻ കണ്ടുവന്നു. അപ്പൊ ആ ഇമാം മാലിക് തങ്ങൾ മൂപ്പര് പറഞ്ഞ പല മസ്അലകൾക്കും പല മതവിധികൾക്കും അവര് ലക്ഷ്യമായി കൊണ്ട് പറഞ്ഞത് തന്നെ എന്താ? ഇങ്ങനെയാണ് മദീനത്തുകാരെ കണ്ടത്. കാരണം ആ ഇമാം മാലിക് തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ളതായ മദീനത്ത് നിവാസികൾ എന്ന് പറഞ്ഞത് അവരാരാ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈറുൽ ഖുർഊനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂൻ എന്ന് നബി വിശേഷിപ്പിച്ചതായ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അവർക്കുള്ളതായ പ്രവർത്തനങ്ങൾ വിശുദ്ധമാവുന്ന ദീനിൽ അത് ഹുജ്ജത്താണ് എന്നുള്ള അർത്ഥം. അതുകൊണ്ടാണ് ഇമാം മാലിക് തങ്ങൾ അത് ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ പറയുന്നു എന്നല്ല പറഞ്ഞത്. നാട്ടിലുള്ള ആളുകൾ മദീനത്തുകാർ ഇങ്ങനെയാണ് ചെയ്തത് കണ്ടത്, മദീനത്തുകാർ ഇങ്ങനെയാണ് ചെയ്തത് എന്ന്. ഇമാം മാലിക് തങ്ങൾ ആരാ? ലാ യുസ്തഫ്ത അഹദുൻ വ മാലിക്കുൻ ഫിൽ മദീന എന്നാ പറയല്. മാലിക് ഇമാമ് തങ്ങൾ മദീനത്തുണ്ടെങ്കിൽ വേറെ ആരോടും ഫത്വ ചോദിക്കാൻ പോകാൻ തന്നെ പാടില്ല. കാരണം അത്രമാത്രം വലിയ മഹാനാണ് ഇമാം മാലിക് തങ്ങൾ. ഇമാം മാലിക് തങ്ങൾ മദീനത്തുള്ള കാലഘട്ടത്തിൽ ഒരു സ്ത്രീ മരിച്ചപ്പോൾ ആ സ്ത്രീന്റെ മയ്യത്ത് കുളിപ്പിക്കണ പെണ്ണ് പറഞ്ഞു എന്ന് പറഞ്ഞു, ഇവളെ ഗുഹ്യസ്ഥാനം കഴുകുമ്പോൾ ഫർജ്, ഈ ഗുഹ്യസ്ഥാനം എത്രമാത്രം ദോഷം ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ആ മരണപ്പെട്ട പെണ്ണിന്റെ ഗുഹ്യസ്ഥാനം കഴുകണ സമയത്ത് കുളിപ്പിക്കണ പെണ്ണ് പറഞ്ഞു ഫർജ്, ഈ ഗുഹ്യസ്ഥാനം എത്രമാത്രം ദോഷം ചെയ്തിട്ടുണ്ടാവും. ഇത് പറഞ്ഞ ഉടനെ തന്നെ ഈ പെണ്ണിന്റെ കൈ, കുളിപ്പിക്കണ പെണ്ണിന്റെ കൈ ഈ പെണ്ണിന്റെ ഗുഹ്യസ്ഥാനത്തുമ്മിലാണ്ട് ഒട്ടിപ്പിടിച്ചു. വല്ല പശട്ട് ഒട്ടിച്ച പാരിക്ക് എങ്ങനെയായിട്ടും കിട്ടണില്ല. അങ്ങനെ മദീനത്തുള്ള പല പണ്ഡിതന്മാരോടും ചോദിച്ചു. ചിലർ പറഞ്ഞു ഇനി കൈ മുറിച്ചോളാം, അല്ലാതെ എന്താ ചെയ്യുക. അങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞു നമ്മളെന്തിനപ്പം ഇങ്ങനെ എല്ലാവരോടും ചോദിക്കാൻ പോണ്, മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, മൂപ്പരോട് ചോദിക്കലാണ്. ഇമാം മാലിക് തങ്ങളോട് വന്ന് ചോദിച്ചു. അപ്പൊ തന്നെ മൂപ്പര് അതിന്റെ മറുപടിയും പറഞ്ഞു കൊടുത്തു. ആ കുളിപ്പിച്ച പെണ്ണുണ്ടല്ലോ, അവളെ ഖദ്ഫിന്റെ അടിയടിക്കണം, ഹദ് അവളെ മേൽ നടപ്പിലാക്കണം. ഈ മരണപ്പെട്ടതായ ഈ മുഅ്മിനത്താവുന്ന പെണ്ണിനെ പറ്റി അവൾ എന്തായി ഖദ്ഫ് പറഞ്ഞു, പെഞ്ചല് പറഞ്ഞു, പറയാൻ പാടില്ലാത്തത് അവളെ സംബന്ധിച്ച്. ഇവള് ഫർജ് എത്ര ദോഷം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവൾ എത്ര ഒരുപാട് ദിനാ ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഖദ്ഫിന്റെ അടി ഈ കുളിപ്പിക്കണ പെണ്ണിനെ അടിക്കണം എന്ന് പറഞ്ഞു. ആ അടിച്ചു കഴിയുമ്പോത്തിന് കൈ കഴിയുമെന്ന് വിടും എന്ന് പറഞ്ഞു. അങ്ങനെ അടിച്ചു.
അടി കഴിയുമ്പോഴത്തേന് ഈ കൈ ഇവിടുന്ന് വിട്ടും ചെയ്തു. അപ്പൊ ഈ ഒട്ടിപ്പിടിച്ച ഈ കൈ അവിടുന്ന് വിട്ടു. അന്ന് മുതൽ മദീന ലാ യുസ്തഫ്ത അഹദുൻ വ മാലിക്കും ഫിൽ മദീന. മാലിക് ഇമാം തങ്ങൾ മദീനത്തുണ്ടെങ്കിൽ ആരോടും ഫത്വ ചോദിക്കേണ്ട ആവശ്യമില്ലാതെ, ചോദിക്കാൻ പാടില്ല വേറെ ആരോടും പോയിട്ട്. ഇമാം മാലിക് തങ്ങൾ തന്നെയാണ് അതിന് അർഹൻ എന്നുള്ള അർത്ഥം. അതാണ് ഇമാം മാലിക് തങ്ങൾ. മൂപ്പര് ഇത്ര മോശക്കാരനൊന്നല്ലല്ലോ. മൂപ്പരെ മദ്ഹബിലുള്ളതായ പല മസ്അലകൾക്കും മൂപ്പര് ദലീലായും കൊണ്ട് ലക്ഷ്യമായും കൊണ്ട് ഇമാം മാലിക് തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇങ്ങനെയാണ് മദീനത്തുകാരെ ഞാൻ കണ്ടത്, ഇങ്ങനെയാണ് മദീനത്തുകാർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് മദീനത്തുകാരൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതായ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ചെയ്തത് അത് വിശുദ്ധമായ ദീനാണ്. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ നമ്മളെ അടിസ്ഥാനത. മുൻകഴിഞ്ഞതായ മഹാന്മാരാവുന്ന നമ്മളെ പൂർവികര് അവർ സ്വീകരിച്ചു പോന്ന എല്ലാ വിശ്വാസങ്ങളും, അവർ സ്വീകരിച്ചു പോന്നതായ അവരെ അനുഷ്ഠിച്ചതായ അനുഷ്ഠാനങ്ങൾ, അവരെ ആചാരങ്ങളൊക്കെ, ഇതൊക്കെ മുൻഗാമികളാവുന്ന ഖൈറുൽ ഖുറൂനായും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ. ഏതുപോലെ ഇമാം റിഫാഇ ശൈഖ് തങ്ങൾ പറഞ്ഞതുപോലെ വേറൊരു ഹൃദയത്തിന് മൂപ്പര് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വഖൽബുൻ ഉലിദ വഖറജ ഇലാ ഫളാഇ തൗഹീദ് വഅല്ലഖ ഫീ സമാഇൽ മഅരിഫ. വേറെ ചില ഹൃദയങ്ങളുണ്ട്. ആ ഹൃദയങ്ങൾക്കുള്ള സ്വഭാവം എന്താ? വഖൽബുൻ ഉലിദ, ആ ഹൃദയത്തിനെ പ്രസവിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, പ്രസവിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഹൃദയം മേലെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, ആദ്യം പറയപ്പെട്ടതുപോലെ വൃത്തികേടുകൾ, തമ്മാടിത്തരങ്ങൾ, ബിദ്അത്തുകൾ പോലത്തതായ മോശമാവുന്നതായ ചിന്തയിൽ അകപ്പെട്ടു പോയതായ ഹൃദയമല്ല. അത്രമാത്രം വിശുദ്ധമായ ഹൃദയം. ആ ഹൃദയം ദിക്റുകളെ കൊണ്ട് ആ ഹൃദയം എന്തായി? അതിനെ പരിപോഷിപ്പിക്കപ്പെട്ടു, ആ ഹൃദയത്തിനെ വിശുദ്ധമാക്കപ്പെട്ടു. മറ്റുള്ളതായ സുന്നത്താവുന്നതായ മറ്റുള്ളതായ ഇബാദത്തുകളെ കൊണ്ടിട്ട് ആ ഹൃദയത്തിനെ പരിപോഷിപ്പിക്കപ്പെട്ടു. അങ്ങനത്തെ ഹൃദയങ്ങൾ. വഖറജ ഇലാ ഫളാഹി തൗഹീദ്, തൗഹീദിന്റെ ആ വിശുദ്ധമാവുന്ന പ്രപഞ്ചത്തിലേക്ക് അവർ ഇറങ്ങി വന്നു. ആ ഹൃദയം തൗഹീദ് എന്താന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയവരാണ് അവർ. അതിന്റെ വിശുദ്ധമായ ആ പ്രപഞ്ചത്തിലേക്ക് അവർ ഇറങ്ങി വന്നു. അങ്ങനെ വഅല്ലഖ ഫീ സമാഇൽ മഅരിഫ, അറിവിന്റെ ആകാശത്തിനെ മുഴുവനും അവർ കീഴടക്കി. അങ്ങനത്തതായ ഒരു ഹൃദയങ്ങളെ കൂട്ടത്തിലുണ്ട്. അങ്ങനത്തെ ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു മഹാന്മാരാവുന്നതായ ആ ഖൈറുൽ ഖുറൂൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചതായ ആ ഗണത്തിൽപ്പെട്ട മഹാന്മാർ. അന്ന് ജീവിച്ചിരുന്നതായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരും അന്നത്തെ സാധാരണക്കാരൊക്കെ ആ ഗണത്തിൽപ്പെട്ടവരാ. അവര് സംബന്ധിച്ചിടത്തോളം വേറൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മഹാനാവുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു ഒരു യാത്ര കഴിഞ്ഞ് മൂപ്പര് കൂഫയിലെ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ മൂപ്പര് 2 റക്അത്ത് നിസ്കരിച്ചു. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചപ്പോൾ മൂപ്പര് ശിഷ്യന്മാരിൽപ്പെട്ട ചിലര് മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഈ 2 റക്അത്ത് നിസ്കരിച്ചു എന്ന്? റസൂൽ അങ്ങനെ നിസ്കരിച്ചിനാന്ന് ചോദിച്ചു. അതിന് ഇമാം മാലിക് അനസ് റളിയല്ലാഹു അനസ് ബിൻ മാലിക് അവരോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? റസൂൽ അങ്ങനെ നിസ്കരിച്ചിരുന്നല്ല, ഞങ്ങള് സ്വഹാബത്ത് ചെയ്യുന്നതായ ഒരു പണിനെ സംബന്ധിച്ച് നബി അങ്ങനെ ചെയ്തിരിക്കുന്നതോ എന്നുള്ള ചോദ്യം അത് ശരിയല്ല. നബി അത് ചെയ്യാതെ നമ്മൾ ചെയ്യൂല. അപ്പൊ മൂപ്പരേന് പറഞ്ഞ മറുപടി, മൂപ്പര ഇഷനോട് പറഞ്ഞ മറുപടി എന്താ? ലൗലം യഫ്അൽഹു മാ ഫഅൽതു, റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലോ ഞാൻ അങ്ങനെ ചെയ്യൂല. പിന്നെ നബി അങ്ങനെ ചെയ്തിനോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്തതിനോട് നീ പിൻപറ്റിയാൽ മതി. ഇതാണ് നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം. ഇതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നതായ ഏത് ആചാരങ്ങളാവട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, നമ്മുടെ വിശ്വാസങ്ങളാവട്ടെ, ഇതൊക്കെ വിശുദ്ധമാവുന്നതായ ആ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മഹാന്മാരാവുന്നതായ സ്വഹാബത്ത് തുടങ്ങി മഹത്തുക്കളാവുന്നതായ അയിമ്മത്ത് അതിൽ നിന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളുള്ളൂ. സുന്നികളാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധമാവുന്നതായ നമ്മളെ ഈ ആശയം ഉണ്ടല്ലോ, ഈ ആശയം നമ്മളെ ഹൃദയത്തിൽ നിന്ന് പോകാൻ പാടില്ല. ആ ആശയം പോണ ചില സ്വഭാവങ്ങൾ ചിലപ്പോൾ നമ്മളിൽ നിന്ന് ഉണ്ടായിത്തീരും. ഇപ്പോ മഹാന്മാർ പറഞ്ഞില്ലേ, ഹാലു റജുലിൻ ഫി അൽഫി റജുൽ ഖൈറും മിൻ വഅദി അൽഫി റജുലിൻ ഫി റജുൽ. മഹാന്മാരാവുന്ന 1000 ആളുകളോട് കൂടെ കൂടുമ്പോൾ അവിടെ ഉണ്ടായിത്തീരുന്ന ഒരു പരിവർത്തനം
1000 ആളുകൾ ഒരുത്തനിക്ക് പോയി കൊണ്ട് ഉപദേശിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട പരിവർത്തനായിരിക്കും. അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാവുന്നതായ സാലിഹീങ്ങളാവുന്ന ആളുകളോട് കൂടെ കൂടുമ്പോൾ ഒരാൾക്കുണ്ടാവുന്ന ഒരു പരിവർത്തനം 1000 ആളുകൾ ഓന്റെ ചവിട്ടുപോയി വഴുതു പറഞ്ഞു കൊടുത്തിട്ടുണ്ടാക്കുന്നതിനേക്കാൾ വലിയ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയും. ആ പരിവർത്തനം നല്ല അവസ്ഥനെ പറ്റിയാണ് ആ പറഞ്ഞത്. മോശമായ അവസ്ഥയും അങ്ങനെ ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ കൂടുന്ന കൂട്ടുകെട്ടനുസരിച്ചായിരിക്കും. ഇതുകൊണ്ടാണ് മഹാന്മാരാവുന്ന നമ്മളെ മശായിഖന്മാർ മുമ്പ് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് പോലത്തതായ എല്ലാ പുത്തൻ പ്രസ്ഥാനങ്ങളും ഇതൊക്കെ പേച്ച പ്രസ്ഥാനങ്ങൾ. ഇവരുമായുള്ളതായ ഈ ദീനിയാവുന്നതായ മുവാലാത്ത്, ആ ബന്ധം നമ്മൾ വിച്ഛേദിക്കണം. ഇന്ന് നമ്മൾക്ക് അതൊരു ആ പറഞ്ഞ ആ ബന്ധം അവരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നല്ല. അവര് നമ്മളെ അയൽവാസികളായിരിക്കും. അയൽവാസി എന്നുള്ളവർക്കുള്ള സഹകരണങ്ങളൊക്കെ ഉണ്ടാവണം. മറ്റുള്ള നിലക്കൊക്കെയുള്ള ദീനിയാവുന്ന സഹകരണം അവരുമായിട്ട് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കിതാബിലൊക്കെ കണ്ടില്ലേ, ഒരു നാട്ടിൽ വിദേഹത്തിന്റെ അഹലുകാര് മാത്രമുള്ള നാടാണെങ്കിൽ ആ നാടിന്ന് പെണ്ണ് കെട്ടുമ്പോൾ അവിടെ കുട്ടികള് ആ വിദഈ സ്വഭാവം കൊണ്ട് സ്വഭാവം സിദ്ധിക്കുമെന്ന് കണ്ടാൽ അവിടുന്ന് പെണ്ണ് കെട്ടരുതാ. അവിടെ നിക്കായി കാരണം കൊണ്ട് കുട്ടി ആ സ്വഭാവം സ്വീകരിച്ചാളും. അത്രമാത്രം ശ്രദ്ധിക്കണം എന്നാ, ആ ബന്ധം അത്രമാത്രം ശ്രദ്ധിക്കണം. അപ്പൊ ആശയം വിട്ടുകൊണ്ടിട്ട് പുത്തനാശയക്കാരുമായുള്ളതായ ഈ ബന്ധം, ആ ബന്ധം നമ്മളിൽ നിന്നുള്ള പലർക്കുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവുകയാണ്. അതിൽ നമ്മൾ മഹാന്മാരാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ അതിന്റെ സ്ഥാപക നേതാക്കന്മാർ, അവര് മുൻകഴിഞ്ഞതായ മഹത്തുക്കളാവുന്ന അയിമ്മത്ത് മശായിഖിന്റെ അഭിപ്രായങ്ങൾ, അവർക്കുള്ളതായ ജീവിത രീതികളും അവർ സ്വീകരിച്ചിരുന്നതായ മാർഗങ്ങളൊക്കെ ശരിക്ക് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം. അല്ലാതെ ഒരു തമാശക്കെടുത്ത തീരുമാനമല്ലത്. ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു തന്നെ നിൽക്കണം. നമ്മളെ ആശയത്തിൽ നമ്മൾ എപ്പോഴും എന്താവണം, ആ ആശയത്തിൽ നമ്മൾ ഉറച്ചിക്കണം. ആ ആശയത്തിലേക്ക് നമ്മുടെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ മുഴുവനും അത് വളരെ മുതഹറത്താവുന്നതായ ആശയങ്ങളാണ്, വളരെ വിശുദ്ധമായ ആശയങ്ങളാണ്. വിശുദ്ധമാവുന്ന ഖുർആനിൽ നിന്ന് മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു തന്ന ആശയം, മഹാന്മാരാവുന്ന സഹാബത്ത് വിവരിച്ചു തന്നതായ ആശയം. അതുകൊണ്ടല്ലേ ഇപ്പൊ ഉദാഹരണമായിട്ട് തറാവീസ്കാരം. നമ്മൾക്ക് തറാവീസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം നബി എത്ര നിസ്കരിച്ചെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നബി എത്ര നിസ്കരിച്ച്, നബി നിസ്കരിക്കാത്ത ഒന്നും സഹാബത്ത് നിസ്കരിക്കൂല. അതന്നെ ഉമർ ബിൻ ഖത്താബിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടിട്ട് ഉമർ ബിൻ ഖത്താബിന്റെ കൽപ്പന അനുസരിച്ച് മദീനത്തെ പള്ളിയിൽ നിന്ന് അവിടുന്ന് സഹാബത്ത് നിസ്കരിച്ചു. 20 നിസ്കരിച്ചു. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം. പിന്നെ നബി എട്ടിക്കരിച്ചു എന്ന് പറഞ്ഞ ഹദീസ് പലതിനും സാധ്യത ഉള്ളതാണ്. നബി എട്ടിക്കരിച്ചു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നബി എട്ടിക്കരിച്ച് 12 വീട്ടിൽ പോയി കരിച്ചിട്ടുണ്ടാവണം. അങ്ങനെ പല സാധ്യതകൾ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് ഇസ്തിദ്ലാൽ ചെയ്യാൻ പറ്റൂല. അപ്പൊ സഹാബത്തോടെ നിസ്കരിക്കുമ്പോൾ അവരതൊക്കെ ശരിക്ക് പരിശോധിച്ചതിന്റെ ശേഷമാണ് അവർ നിസ്കരിച്ചിട്ടുള്ളത്. അപ്പൊ തറാവി 20 നമുക്ക് യാതൊരു സംശയമില്ല. കാരണം എന്തുകൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒന്ന് സഹാബത്ത് ചെയ്യൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെന്നത് ഒരു സഹാബി ചെയ്തതല്ല, ഒരുപാട് ഒരു കൂട്ടം സഹാബികളെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടുള്ളതായ ഒരു പരസ്യമായ ഒരു പ്രവർത്തനമാണത്. അപ്പൊ നമ്മൾ കണ്ടില്ലേ, അതുകൊണ്ട് അതിന്റെ അപ്പുറം പിന്നെ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അതിന് ഹദീസുണ്ടോ ആയത്തുണ്ടോ എന്നുള്ളതായ ഒരു ചിന്ത ഉണ്ടല്ലോ, ആ ചിന്ത ഒരുത്തന്റെ ഹൃദയത്തിൽ നിന്നുണ്ടായാൽ മനസ്സിലാക്കിക്കോ, അവന് ചെറിയ ഒരു ബിദ്അത്തിന്റെ ഒരു സ്വഭാവം അവന് കടന്നു വരുന്നുണ്ട് എന്ന്. അപ്പോഴാണ് ഈ ബിദ്ഈ സ്വഭാവം കടന്നു വരുമ്പോഴാണ് ആ ചിന്ത വരുന്നത്. ബിദ്ഈയായ സ്വഭാവങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നുള്ളത്. ആയത്തും ഹദീസുണ്ടോ എന്ന് മാത്രം നോക്കേണ്ട ആവശ്യമില്ല. ആയത്തിനെയും ഹദീസിനെയും മനസ്സിലാക്കിയതാവുന്ന മഹാന്മാരാവുന്ന അയിമ്മത്ത് അവരെന്താ ചെയ്തു എന്നുള്ളത് അതല്ലേ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹും. ഇതെന്തിനെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു? അവരങ്ങൾ അനുകരിച്ചോന്നല്ലേ, അവരനുഗമിച്ചോന്നല്ലേ, അവരെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഹുജ്ജത്താക്കിക്കോന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ എല്ലാ നിലക്കും പിന്നെ മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുമ്പന്തിയിലേക്ക് വന്ന ആളുകൾ, എല്ലാ നിലക്കും മുമ്പന്തിയിലേക്ക് വന്നവർ. അവരെ സംബന്ധിച്ച് വിശേഷിപ്പിക്കപ്പെട്ടത് എന്താ? അവര് റളിയല്ലാഹു അൻഹും വറളു അൻഹു. രണ്ട് ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ തൃപ്തി. അള്ളാഹു അവരെ തൊട്ടും അള്ളാഹുവിനെ തൊട്ടും അവരും തൃപ്തിപ്പെട്ടു. വലിയൊരു വാക്കല്ലേ അത്. അതിന്റെ അർത്ഥം എന്താ? അവരെ അങ്ങനെ പരിചയപ്പെടുത്താനുള്ള കാരണം അവരെന്ന് പറഞ്ഞത് ഉത്തമമാവുന്നതായ ആളുകളാണ്. അവരെ പ്രവർത്തനങ്ങൾക്ക് ഹുജ്ജത്താക്കാം, അവർ ചെയ്തതുപോലെ ജീവിക്കാം. അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മറ്റൊരു ഒമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ
വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ. കണ്ടോ, മുഅ്മിനീങ്ങൾക്കുള്ള ആ വഴി, മുഅ്മിനീങ്ങൾ നടന്നു പോകുന്ന വഴി, അത് വിശുദ്ധമാവുന്നതായ വഴിയാണ്. അതാണ് മുസ്തഖീമാവുന്നതായ വഴി. അതുകൊണ്ടാണല്ലോ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിന്റെ ശേഷം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞത് എന്താണ്? എന്തിനാണ് മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്കുക പറഞ്ഞാൽ പോരെ, പിന്നെന്തിനാ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞത്? അത് പറയാനുള്ള കാരണം ഉവ തൗഹീദ് വ തൻസീസ് വലാ അന്ന ത്വരീഖൽ മുസ്ലിമീന വൽ മശ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാമ. മുസ്ലിമീങ്ങൾ നടന്നു പോകുന്ന ആ വഴിയുണ്ടല്ലോ, ആ വഴി തന്നെയാണ് മുസ്തഖീമായ വഴിയെന്ന് ഒന്നും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയാണ്. ആ പറഞ്ഞതിനെ ഒന്നും കൂടി സ്പഷ്ടമാക്കിക്കൊണ്ടും പറയാണ്. അപ്പോൾ മുസ്ലിമീങ്ങൾ നടന്നു പോകുന്ന വഴി ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം. നമ്മുടെ അടിസ്ഥാനം എന്താ? അപ്പൊ അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിന്റെ മേലിലാണ് നമ്മളിവിടെ ചെയ്തു പോരുന്നതായ സർവ്വ ആചാരങ്ങളാണെങ്കിലും നമ്മളെ വിശ്വാസത്തിലുള്ളതാണ്. ഇപ്പൊ നമ്മളെ മഹാന്മാരോടുള്ളതായ ഇസ്തിഗാസ. മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്താൽ അത് ആശയത്തിൽ അത് തവസ്സുല് തന്നെയാണ്. ഏത് മഹാനോടും ആ മഹാന്റെ ഹക്ക്, മഹാൻ ഞങ്ങളെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നബിയെ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർ സഹായിക്കും അള്ളാഹ് പറഞ്ഞതല്ലേ, ഇന്നമാ വലിയുക്കുമുല്ലാഹ് വ റസൂലുഹു, അള്ളാഹ് സഹായിക്കും, അള്ളാഹുവിന്റെ റസൂൽ സഹായിക്കും, മുഅ്മിനീങ്ങൾ സഹായിക്കും എന്നൊക്കെ പറഞ്ഞതല്ലേ. അപ്പൊ അവരോടൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞതിന് വേണ്ടി അവരോട് സഹായം ചോദിക്കാൻ പറ്റും. അവരോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അവർ സഹായിക്കും എന്ന് പറഞ്ഞാൽ അവർ മുഖേനയുള്ളതായ സഹായം അതൊരു തവസ്സുലിന്റെ അർത്ഥത്തിലാണ് അതുള്ളത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് സഹായം ചോദിച്ചില്ലേ? ഒരു യുദ്ധത്തിൽ ഇങ്ങനെ പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ പാട്ടുപാടി എന്ന് പറഞ്ഞു. പാട്ടുപാടിയപ്പോൾ റസൂൽ ചോദിച്ചു, യുദ്ധത്തിന് വേണ്ടി നടന്നു പോകും, മനിൽ ഹാദി, ആരോടോ ഈ പാട്ടുപാടിയത്? യാത്രയിലുള്ളതായ അവരെ ഒരു ആവേശം കൊള്ളിക്കാൻ വേണ്ടി പാട്ടുപാടിയതാണ്. അപ്പൊ മനിൽ ഹാദി, ആരാണ് പാട്ടുപാടിയതെന്ന് ചോദിച്ചു. പാട്ടുപാടിയത് ആരാന്ന് ചോദിച്ചപ്പോ അത് ഇന്ന ആളാണ്, ഈ സൽമത്ത് ബിനുൽ അക്വഇന്റെ എളാപ്പെ മൂത്താപ്പെ ഒരു സഹാബിയാണ്. അപ്പൊ അയാളെ പറ്റി പറഞ്ഞു കൊടുത്തു, ഇന്ന ആളാണെന്ന്. അപ്പൊ റസൂൽ എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു. ഈ മനുഷ്യൻ മരിച്ചു പോകും ഈ യുദ്ധത്തിൽ ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എങ്ങനെ നബിക്ക് മനസ്സിലായി? ഈ മനുഷ്യൻ മരിച്ചു പോകുന്ന നബിക്ക് എങ്ങനെ മനസ്സിലായി? മറിഞ്ഞ കാര്യങ്ങൾ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ റസൂൽ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒന്നിരിക്കൽ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അറിയിച്ചു കൊടുത്തു. അതല്ലെങ്കിൽ അത് അറിയലിനിക്കുള്ള വേറെയും പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ഉപയോഗിച്ച് റസൂൽ മനസ്സിലാക്കി. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, ഇയാൾ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് നബിയോട് പറഞ്ഞതെന്താ വാക്ക്? മത്തിഇനാ ബി ഹയാത്തിഹി യാ റസൂലല്ലാഹ്, നബിയെ തങ്ങൾ ഇയാൾക്ക് ഹയാത്ത് കൊടുത്തിട്ട് ഞങ്ങളെ സുഖിപ്പിക്കുന്നു പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് സഹായം തേടുകയാണ് ഈ മനുഷ്യനിക്ക് ഹയാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടാണ് സുന്നികളാവുന്ന നമ്മൾ സഹായം തേടുന്നത്. അത് അവർക്ക് ഈ പൂർണ്ണമായി സഹായിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതായ പ്രത്യേകമാവുന്ന അളമത്ത് ജാഹ് കൊണ്ടിട്ട് അവർ ഈ വിഷയത്തിൽ വേണ്ടതുപോലെ ഇടപെടും. ഈ ലോകത്തുള്ള സർവ്വകാര്യങ്ങളിലും ഇടപെടേണ്ടതായ അതിനുള്ള ഒരു അനുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർക്കും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കും ഒക്കെ നൽകപ്പെട്ടിട്ടുണ്ട്. മഹാനാവുന്ന ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന നബിയനാ വസായിറൽ അംബിയാ ഉദിന ലഹും ലിൽ ഖുറൂജി മിൻ ഖുബൂരിഹിം, സർവ്വ അമ്പിയാക്കന്മാർക്കും റസൂലുള്ളാഹിക്കൊക്കെ ഖബറിന്ന് പുറപ്പെടാൻ അല്ലാഹു സമ്മതം കൊടുത്തു. വത്തസറുഫി ഫിൽ ആലമിൽ ഉൽവി വസുഫ്ലി, ആകാശലോകത്തും ഭൂമിലോകത്തൊക്കെ അവർ ക്രിയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്രിയവിക്രയം കണ്ടില്ലേ? അവിടെ അന്ന് വാനലോകത്ത് മറ്റു പല അമ്പിയാക്കന്മാരുണ്ടായിരുന്നല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ ഇബ്രാഹിം നബി ഒന്നും അതിൽ ഇടപെട്ടില്ല. എന്താ കാരണം? അവിടെ ക്രിയവിക്രയം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആള് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പൊ ക്രിയവിക്രയങ്ങൾ അവരോട് ബന്ധപ്പെട്ട ഏൽപ്പിക്കപ്പെട്ട സംഗതികൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കും. ഫനബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യസീറു ഹൈസു യശാഉ ഫി അഖ്താരിൽ അർദ്, ഭൂലോകത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. വയതസറഫു ഫിൽ ആലമിൽ ഉൽവി വസുഫി, ആകാശലോകത്തും ഭൂമിലോകത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്രിയവിക്രയം നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവർ ക്രിയവിക്രയം നടത്തേണ്ട സംഗതികളിൽ അവർ ക്രിയവിക്രയം നടത്തിക്കൊണ്ടേയിരിക്കും. കണ്ടില്ലേ, മഹാനാവുന്നതായ യൂശൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുദ്ധം ചെയ്യുന്ന അവസരത്തിലാണ് സൂര്യൻ അസ്തമിക്കാൻ പോയത്. സൂര്യനോട് യൂശൈ നബി പറഞ്ഞു ഖിഫീർ. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ. സൽമത്ത് ബിനു അക്വഇന്റെ ഈ ഹദീസ്, സൽമത്ത് ബിനു അക്വ റിവായത്ത് ചെയ്ത ഈ ഹദീസും ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് സഹായം ചോദിക്കുകയാണ്, ഇയാളെ ഹയാത്ത് കൊടുക്കണം.
യൂശൈ നബി യുദ്ധം ചെയ്യുമ്പോൾ സൂര്യൻ അസ്തമിക്കാനായി. യൂശൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ ആ സൂര്യനോട് പറയണേ ഖിഫിയാ ശംസ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണിത്. ഖിഫിയാ ശംസ്, സൂര്യനെ ഇനി അവിടെ നിൽക്കുകയെന്ന്. സൂര്യൻ അവിടെ നിന്നു. സൂര്യനോട് മൂപ്പര് പറഞ്ഞത് എന്താ? ഫഇന്നകി മൗമൂറത്തുൻ വ അന മൗമൂർ. നിന്നോടും ചില കൽപ്പനയുണ്ട്, എന്നോടും കൽപ്പനയുണ്ട്. നിന്നോടുള്ള കൽപ്പന എന്താ? നിന്നെ സൂര്യനായി സൃഷ്ടിച്ച് നിനക്കൊരു സഞ്ചാരപഥം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു തന്നു. ആ സഞ്ചാരപഥത്തിൽ കൂടി പോകുമ്പോൾ ഇന്ന ദിവസം ഇന്ന ആള് എന്നോട് നിൽക്കാൻ പറയും. അപ്പൊ ഈ നിൽക്കണതാ എന്നോടുള്ള കൽപ്പന. ഞാൻ നിൽക്കാൻ പറയുമ്പോ നീ നിൽക്കണമെന്നും അതാണ് കൽപ്പന. രണ്ടാളോടും കൽപ്പന ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അതൊരു തസറുഫ്, ഒരു ക്രിയ വിക്രയം നോക്ക് അവർ ചെയ്യണത്. അപ്പൊ ഹയാത്ത് കാലത്തും ചെയ്യും, മരണത്തിന്റെ ശേഷമൊക്കെ അവർ ക്രിയ വിക്രയം ചെയ്തുകൊണ്ടേയിരിക്കും മഹാന്മാരാവുന്ന ആളുകൾ. അതിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മനുഷ്യൻ മരിച്ചു പോകുന്ന നബി പറഞ്ഞു. ആ മരിച്ചുപോയ മൂപ്പര ഹയാത്തിനെ നീട്ടിയിട്ട് തരണമെന്ന് സഹാബത്ത് പറഞ്ഞു. പക്ഷെ അയാൾ മരിച്ചുപോയി. റസൂലുള്ളാഹി നീട്ടിടാൻ വേണ്ട കാര്യങ്ങൾ നബി പ്രവർത്തിച്ചില്ല. കാരണം അയാൾ മരിക്കും എന്നുള്ളത് ഉറപ്പായത് കൊണ്ടിട്ട് അത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഖദർ അങ്ങനെയാണ്. ഇലാഹിയാവുന്ന അസലിയാവുന്ന ഖളാ അങ്ങനെയാണ്. ഇയാൾ ഈ യുദ്ധത്തിൽ മരിക്കുന്നു. അത് ഇനി ആര് ദുആ ചെയ്താലും ചിലപ്പോൾ അങ്ങനെയല്ല, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താലോ മറ്റെന്താവും നീട്ടിട്ട് കൊടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവാം. ഇതങ്ങനല്ല. അപ്പൊ അയാൾ മരിച്ചുപോയി ആ യുദ്ധത്തിൽ. അപ്പൊ അങ്ങനത്തെ ക്രിയ വിക്രയങ്ങൾ അവർ ഈ നിലക്കുള്ളതായ ഇസ്തിഗാസ, ഇത് സുന്നികളാവും നമ്മൾ വിശ്വസിക്കുന്നവരാ. ഈ വിശ്വാസം നമ്മുടെ നാട്ടിൽ നമ്മൾ നിലനിർത്തണം. ഇങ്ങനെ നമ്മളോട് ബന്ധപ്പെട്ടതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അത് സമുദായത്തിലുള്ളതായ ഓരോ ഒരു കൂട്ടമായ പ്രവർത്തനം ഓരോ വീട്ടിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ടിട്ട് ഓരോ വ്യക്തിയിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ളതായ പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാവണം. ആ പ്രവർത്തനമാണ് SMF ഇവിടെ കാഴ്ചവെക്കേണ്ടത്. SMFന്റെ ആ ആവിർഭാവം അതിന്റെ തുടക്കത്തിൽ മഹാന്മാരാവുന്ന ഇവിടെ സൂചിപ്പിക്കപ്പെട്ട നമ്മളെ റംലി, പിന്നെ അവരെ പാട്ടിലൊക്കെ സൂചിപ്പിച്ചല്ലോ, ഐദുസ് മുസ്ലിയാരായാലും പിന്നെ നവറല്ലാഹു മർക്കദവും, അതുപോലെ തന്നെ ബഷീർ മുസ്ലിയാരാണെങ്കിലും നവറല്ലാഹു മർക്കദ, ഡോക്ടർ യൂവാബ് ടിയാജി ആണെങ്കിലും നവറല്ലാഹു മർക്കദ, പിന്നെയും വേറെ കുറെ ആളുകൾ അവരെ കൊടുത്തിട്ടുണ്ട്. ഒന്നിനായ എന്റെ ഉസ്താദ് മർഹൂം പി കുഞ്ഞി മുസ്ലിയാർ, മൂന്നീരെ പോലത്തെ മഹാന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ. നവറല്ലാഹു മറാഖിദം ഇവരൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ അന്ന് ചെയ്തതായ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. അന്ന് അതിൻ്റെതായ ഒരു ഗുണം നമ്മളെ മഹല്ലുകളിലൊക്കെ കാണാമായിരുന്നു. സുബൈക്ക് പോയി വിളിച്ചു കൊടുത്ത സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാത്ത ആളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതിന്റെ ഫളീലത്തുകളൊക്കെ. അങ്ങനെ ഓരോ സംഗതിയിലും ഇടപെട്ട് ഒരു മുസ്ലിമിനെ എങ്ങനെയാണ് യഥാർത്ഥ മുസ്ലിമായി കൊണ്ട് വിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ഫാന്താവിൽ കൂടി അവരെ സഞ്ചരിപ്പിക്കുക, അതിനാണ് അന്നൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ ആ നിലക്കുള്ളതായ പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ നിന്നുണ്ടാവണം. ആ നിലക്കുള്ള പ്രവർത്തനങ്ങളാവണം SMF ഇവിടെ കാഴ്ചവെക്കേണ്ടത്. നമ്മള് പിന്നെ ഇത് വലിയ ഒരു സമ്മേളനം തന്നെയാണ്. നാഷണൽ നമ്മളെ സമിതി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സംഘടിപ്പിച്ചതായ ഈ നാഷണൽ ക്യാമ്പ് ഇത് പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ തന്നെ ഇത് പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട്. ഇതിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ആളുകൾ കൂടുതൽ മാത്രമല്ല, ഈ കൂടി ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതായ ഇൽമുകളും ഇതിൽ നിന്ന് കിട്ടിയതായ സന്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവണം. ആ നിലക്കുള്ള ഒരു ചങ്കൂറ്റം ഓരോരുത്തർക്കും ഉണ്ടാവണം. ഞാനിങ്ങനെ പിന്നെ നമ്മളെ ഒരു വിഘടിത വിഭാഗത്തിൽപ്പെട്ട ചില കുട്ടികളൊക്കെ എന്തോ ഒരു പരിപാടി ഉണ്ടായപ്പോൾ അതിന്റെ വിളംബരയിട്ട് ഒറ്റ ഒരുത്തം ഞങ്ങളവിടെ ഒറ്റ ഒരുത്തം മാത്രമുണ്ട്. ഓൻ കൊടിയും പിടിച്ചിക്കണ്, മൈക്കിയും പിടിച്ചിക്കണ്, എല്ലാം ഓൻ പിടിച്ചിക്കണ്. പിന്നെ അതെല്ലാം കൂടി ഓൻ തന്നെ മാത്രം പിടിച്ചിട്ട് ഓൻ വിളംബരം നടത്തി പോകുന്നുണ്ട്. എന്നാൽ ഈ നമ്മളങ്ങനെ വിളംബരമൊന്നും നടത്തിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു പിന്നെ തെറ്റ് ചെയ്യണ ഒരുത്തുണ്ടല്ലോ, അവനോട് ഉപദേശിക്കാൻ പോലും നമുക്കിന്ന് പേടിയാണ്. എന്താ ഉപദേശിച്ചാൽ തെറ്റ് കാണുമ്പോൾ ആരോടും നമ്മൾ ഉപദേശിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ആ ഉപദേശിക്കാൻ നമ്മൾക്ക് പേടിയാണ്. ആ ഒരവസ്ഥ വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരാവുന്ന അയിമത്ത് രേഖപ്പെടുത്തിയത് എന്താണെന്നറിയോ? വൽതക്കും മിൻകും എന്ന് പറഞ്ഞുകൊടുത്തുള്ള മിന്ന് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്നല്ല, വൽതക്കും ഉമ്മത്തും ഒരു കൂട്ടരുണ്ടാവട്ടെ മിൻകും നിങ്ങളാൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താവണമെന്നാ ദഅവത്ത് ചെയ്യണമെന്നാ. അയിമത്തിൽ നിന്നുള്ള ചിലർ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ എഴുതിയത് ഓരോരുത്തരും എന്താക്കണം, ദഅവത്ത് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ഈ സ്വഭാവം ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവണം. ആരെങ്കിലും ചിലർ ചെയ്താൽ മറ്റുള്ളവർ കുറ്റത്തിട്ട് ഒഴിവാവുകയാണെങ്കിലും ആയത്തിന്റെ താല്പര്യം അങ്ങനല്ല, ഓരോരുത്തരും അത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഓരോരുത്തരും ഇത് ചെയ്താൽ മാത്രം പോരാ, ചെയ്താൽ അത് ഫലിക്കണ നിൽക്കുന്നതായ ചെയ്യലാവുമാണ് നമ്മളെ. കാരണം ഒരു ദായിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദായിയത്ത്,
ഒരു പ്രവർത്തകൻ, ഒരു ദഅവത്ത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഏറ്റവും ആവശ്യമായ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആളുകളെ പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കണം. ദഅവത്ത് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേമാതിരിയല്ല. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം കണ്ടില്ലേ? ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ. എല്ലാവരും ഒരേമാതിരിയല്ല. പല കുടുംബങ്ങളും പല ശാഖകളൊക്കെ ആക്കി അല്ലാഹു നിങ്ങളെ. എന്തിനു വേണ്ടി? ലിതആറഫൂ, ആളുകളെ മനസ്സിലാക്കി പെരുമാറാൻ വേണ്ടിയെന്നാ. ഓരോരുത്തരും മനസ്സിലാക്കി. എല്ലാവരോടും ഒരേ സ്വഭാവത്തിൽ ഒരേ നാണയം കൊണ്ടിട്ട് അളക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഒരേ ഒരു സ്വഭാവത്തിൽ ഓരോരുത്തരും കണക്കാക്കാൻ പറ്റൂല. ആളുകൾ പല ജാതികളായിരിക്കും. ചില റസൂൽ പറഞ്ഞില്ലേ, ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യ ഖിയാറുക്കും ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞു. ജാഹിലിയ്യത്തിൽ ഉന്നതമാവുന്ന സംസ്കാരങ്ങളും സ്വഭാവങ്ങളൊക്കെ വളർത്തിയ ചില ഉന്നത കുടുംബങ്ങളുണ്ടാവും. അവർ ഇസ്ലാമിക്ക് വന്നാലും അവർക്ക് വലിയ സ്ഥാനങ്ങളൊക്കെ നൽകണമെന്ന വായിൽ ഇബ്നു ഹുജർ വിശ്വസിക്കാൻ വേണ്ടി വരുമ്പോൾ ഇയാൾ യമനിൽ വരുന്നതിന്റെ കുറെ ദിവസം മുമ്പേനെ റസൂൽ പറയാൻ തുടങ്ങി, യൗതീക്കും വായിൽ ഇബ്നു ഹുജർ മിൻ അഹ്ലിൽ യമൻ. യമനിലുള്ളതായ വലിയ പ്രമുഖനാവുന്ന വായിൽ ഇബ്നു ഹുജർ വരുന്നുണ്ട്. അയാളെ സ്വീകരിക്കാൻ തയ്യാറായിക്കോളെന്നാ പറഞ്ഞത്. അയാളെ സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് തയ്യാറെടുക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാ കുടുംബങ്ങളും ഒരേമാതിരിയല്ല. ചില കുടുംബങ്ങൾക്കൊക്കെ ഒരു പ്രൗഢിയും. അതാണ് ഈ തആറഫു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി പെരുമാറാൻ വേണ്ടി ഓരോ കുടുംബങ്ങളോടും അവരെ മനസ്സിലാക്കിക്കൊണ്ടാവണം നിങ്ങൾ പെരുമാറേണ്ടത് എന്ന്. അത് ദഅവത്ത് ചെയ്യണ ദാഴിക്ക് ഉണ്ടാവേണ്ടതായ ഗുണം. അതുകൊണ്ട് മുതലാളിമാർക്ക് പോയി പാള വെക്കുക എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കണം. അത് മഹാനാവുന്ന അബൂ ഹാസിം തങ്ങൾ പറഞ്ഞതുപോലെ കാനൽ ഉലമാഉ ഫീമാ മള, കഴിഞ്ഞ കാലത്ത് ഉലമാക്കന്മാർ അവരുടെ സ്വഭാവം എന്താണ്? അവരെ അടുത്തേക്ക് യത്ലുബൂനഹും അസ്സലാത്തീൻ, ഭരണകർത്താക്കളൊക്കെ അവരെ തേടിക്കൊണ്ട് അവരെ മുറ്റത്തേക്ക് വരുന്ന. എന്നാൽ ഈ ആലിമീങ്ങൾ അവരെ കാണുമ്പോഴോ വഹും യഫിറൂന മിൻഹും, ആ ഭരണകർത്താക്കളെ കണ്ടാൽ അവർ വെല്ല ഒളിച്ചുകൂടും. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി വരികയാണ് ഇക്കാരം. അപ്പൊ നമ്മൾക്കത് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മോശമാവോ എന്ന് വിചാരിച്ചിട്ട് അവർ ഒളിച്ചിക്കലാണ്, അവർ ഓടി രക്ഷപ്പെടലാണെന്നാണ്. എന്നാ അമ്മൽ യൗമ, ഇന്നത്തെ കാലത്തോ അൽ ഉലമാഹു ജമഉൽ ഇൽമ ബിഹദാഫീരിഹി, എല്ലാ ഇൽമും എല്ലാ മേഖലയിലും അവർ പ്രഗത്ഭന്മാരായിരിക്കും. പക്ഷേ വഹും യത്ലുബൂന സലാത്തീൻ, അവര് കഴിവുള്ളവരെയും മറ്റോലെയും മുതലാളിമാരെയൊക്കെ തേടി ഓരോ വീട്ടിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ ഇവരെ കാണുമ്പോഴോ വഹും യഫിറൂന മിൻഹു, വല്ല പിരിവിനും വന്നാന്ന് വിചാരിച്ചിട്ട് മുതലാളി ഇവിടെ ഇല്ലാന്നോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒളിച്ച് ഇങ്ങനത്തെ ഒരു സമ്പ്രദായമായി പോയി ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ മുതലാളിയാണെന്നുള്ളവർക്ക് ബഹുമാനിക്കണമെന്നല്ല. ആളുകൾക്ക് പലർക്കും പല നിലക്കുള്ള പല ജാതി ആളുകളായിരിക്കും, പല കുടുംബക്കാരായിരിക്കും, ചിലർക്ക് ചില സ്ഥാനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാവണം ഒരു ദാഴി അവനോട് പെരുമാറേണ്ടത്. അങ്ങനെ ദാഴിക്കുള്ളതായ ഒരുപാട് സ്വഭാവങ്ങൾ, അതെല്ലാം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും ഒരു 90% ഉൾക്കൊണ്ടുകൊണ്ടാവണം നമ്മളെ ദഅവത്ത്. നമ്മളെ ദഅവത്തിൽ അത് പ്രകടാവണം. നമ്മളിതൊരു ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയാവരുത്. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ആ ദീനിനെ ഇവിടെ രക്ഷപ്പെടുത്തണം, ആ ദീനിനെ സംരക്ഷിക്കണം. ആ സംരക്ഷണത്തിന് വേണ്ടിയാവണം നമ്മളെ പ്രവർത്തനം. അന്നിൽക്കുള്ളൊരു പ്രവർത്തനം ഇന്ന് സമസ്ത കേരള ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ അതിന്റെ തുടക്കത്തിലുണ്ടായിരുന്നത്. ആ തുടക്കത്തിൽ ആ ഉദ്ദേശത്തോടു കൂടി ഉദ്ദേശമൊന്നും എല്ലാവർക്കും അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ പ്രവർത്തനം പോരാണ്. ഉദ്ദേശം എല്ലാവർക്കും അങ്ങനെ തന്നെ. വിശുദ്ധമാവുന്ന ദീൻ, ആ ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെടണം. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ഈ സമ്മേളനം. പക്ഷേ അതുപോരാ. അവര് പ്രവർത്തിച്ചതുപോലെ നമ്മൾ പ്രവർത്തിക്കണം. അവരെ പ്രവർത്തനത്തിന്റെ അവിടേക്ക് നമ്മളെ പ്രവർത്തനം എത്തിയിട്ടില്ല എന്നാ പറയണത്. ഇത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്തും അവർ വലിയ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു. അപ്പൊ ആ നിലക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഓരോരുത്തരും സന്നദ്ധരാവണമെന്നും, ഇത് വളരെ നല്ലതായ ഒരു സമ്മേളനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിനുവേണ്ടി ഒരുപാട് ആളുകൾ ത്യാഗം സഹിച്ചിട്ടുണ്ട്. അവരെ ആ ത്യാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഉമർ ഫൈദി ആണ് അതിന്റെ സെക്രട്ടറിയായി വന്നപ്പോഴേ മൂപ്പര് അതിന് പ്രത്യേകമായി കൊണ്ടിട്ട് എല്ലാ നിലക്കുള്ള അതിന് മുന്നിൽ നിന്നുകൊണ്ടിട്ടും, അതുപോലെ തന്നെ ഇതിന്റെ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ മുസ്ലിയാർ അവർക്കാണെങ്കിൽ സുന്നി മഹല്ല് ഫെഡറേഷനോട് മുമ്പെന്നെ ഒരു അഭേദ്യ ഒരു ബന്ധമുള്ള ഒരാളുകളിൽ പെട്ടതാണ് ബഹാവുദ്ദീൻ മുസ്ലിയാരൊക്കെ. അപ്പൊ അവരും പിന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മളെ ബഹുമാനപ്പെട്ട ബാവുട്ടി ഹാജിന്റെ മകൻ ഷാഫി ഹാജിയും ഒക്കെ ഇതുമായിട്ട് പഴയ കാലത്തൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അവരെല്ലാവരും കൂടി കൂട്ടായ്മയും, പ്രത്യേകിച്ച് നമ്മളെ ആതിഥേയരാവുന്ന നമുക്കിവിടെ പാട്ടിൽ കൂടി നമ്മളെ നേതാക്കന്മാരെയൊക്കെ പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട റംലി സാഹിബും അവരോട് ഒത്തുകൊണ്ടിട്ട് ഇവിടെ നിന്ന് ഈ തൃശൂർ ജില്ലന്റെ മഹാന്മാരാവുന്നതായ ജമിയത്തുൽ ഉലമയും SKSF-ഉം അതിന്റെ SMF-ഉം മറ്റുള്ള നമ്മളെ സംഘടനകളെല്ലാവരും കൂടിയിട്ട് അവരെ പ്രവർത്തനം വളരെ ശക്തിയായപ്പോൾ
ഇത് ഈ നിലക്കുള്ളതായി വിജയിച്ചു. അതോടൊപ്പം വിജയം എന്ന് പറഞ്ഞാൽ ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പോഷക സംഘടനയാണ് എന്നുള്ള ഒരു ബോധം നിങ്ങളിലൊക്കെ ഉണ്ടാവണം. അല്ലാതെ നമ്മളെ പ്രവർത്തനങ്ങളെ കൊണ്ടൊന്നും വിജയിച്ചതാണെന്നുള്ള ഒരു വീമ്പൊന്നും ആർക്കും വേണ്ട. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പോഷക സംഘടനയാണ്. അത് ഏത് പോഷക സംഘടന ഏത് മുക്കിലും മൂലയിലും എവിടെ വെച്ചാലും അത് വിജയിക്കും. കാരണം അത് വിജയിപ്പിക്കുന്നത് മഹാന്മാരാവുന്ന നമ്മളെ നേതാക്കന്മാരാണ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ 10-12ഓളം വരുന്ന ഈ സംഘടനകൾ മുഴുവനും ഒരേ കോർവയിലായിക്കൊണ്ട് നിൽക്കണം. തമ്മിൽ ഒരു നിലക്കുള്ള ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കേണ്ടവരെ ആദരിച്ചു. ഓരോരുത്തരിൽ ഏൽപ്പിക്കപ്പെട്ടതായ ഓരോ പ്രവർത്തന മേഖലകളുണ്ടാവും. ആ മേഖലകളിൽ വേണ്ടതുപോലെ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിലേക്ക് എല്ലാവിധ ശക്തിയും എല്ലാവരും പകരണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.